വെനിസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും അമേരിക്കയുടെ തടവിലാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി ഒരു രാജ്യത്തിന്റെ പരമാധികാരം മറികടന്ന് അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ചുകെട്ടി കൊണ്ടുപോവുക. പിന്നാലെ വെനിസ്വേല ഇനി US ഭരിക്കുമെന്ന പ്രഖ്യാപനവും. ഒപ്പം ഗ്രീൻലൻഡ്, മെക്സിക്കോ, ക്യൂബ, കൊളംബിയ എന്നീ രാജ്യങ്ങൾക്കെതിരെയും അധിനിവേശമുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. പരാജയത്തിലേക്ക് നീങ്ങുന്ന രാജ്യമെന്നും അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ US ആഗ്രഹിക്കുന്നുവെന്നുമാണ് ക്യൂബയെ ലക്ഷ്യം വെച്ച് ട്രംപ് പറയുന്നത്. മെക്സിക്കോയ്ക്കെതിരെയുള്ള നിലപാട് മയക്കുമരുന്ന് മാഫിയകളെ തുരത്താനുള്ള അമേരിക്കൻ സഹായം തള്ളിയെന്ന കാരണം കൊണ്ടും. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്ക് ചുരുങ്ങിയത് 3 പ്രധാന കൊക്കൈൻ ഫാക്ടറികളെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞ ട്രംപ് കൊക്കൈൻ നിർമ്മിച്ച് ഗുസ്താവോയുടെ നേതൃത്വത്തിൽ US കയറ്റുമതി ചെയ്യുകയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ട്രംപ് അടുത്ത് ലക്ഷ്യം വെക്കുന്നത് ആരെയൊക്കെ ആണ് എന്നത്. ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി മറ്റു രാജ്യങ്ങൾക്കുമേൽ അധിനിവേശം നടത്തുന്നതും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതുമൊന്നും അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിക്ക് പുതിയ കാര്യമല്ല. പ്രകൃതി വിഭവങ്ങൾ കൂടുതലുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികളെ റബ്ബർ സ്റ്റാമ്പാക്കി പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്ത് സ്വന്തം രാജ്യത്തേക്ക് ഒഴുക്കുന്നതിൽ ഒരു പ്രത്യേക വൈദഗ്ധ്യം തന്നെയുണ്ട് അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് ട്രംപ് എന്ന ഭരണാധികാരിക്ക്. പുറത്താക്കപ്പെട്ട ഭരണാധികാരികളെ സംരക്ഷിക്കാനും പുതുതായി രൂപം കൊണ്ട ജനകീയ ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കാനും CIA ഉപയോഗിച്ച് അമേരിക്ക ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. 1950-കൾക്ക് ശേഷം ഇറാൻ, വിയറ്റ്നാം, ഗ്വാട്ടിമാല, ലെബനൻ, പാനമ, ഹെയ്റ്റി, കോങ്കോ, ക്യൂബ, ലാവോസ്, ഇക്വഡോർ, ബ്രസീൽ, ഇന്തോനേഷ്യ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഘാന, അങ്കോള, ലിബിയ, എൽ സാൽവഡോർ, നിക്കാരഗ്വേ, ഗ്രാനഡ, ഹോണ്ടുറാസ്, ബൊലീവിയ, ഫിലിപ്പൈൻസ്, ഇറാഖ്, സൊമാലിയ, യൂഗോസ്ലാവിയ, ബോസ്നിയ, ക്രൊയേഷ്യ, സുഡാൻ, അഫ്ഗാനിസ്ഥാൻ, മെക്കഡോണിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് അമേരിക്ക അധിനിവേശം നടത്തുകയോ സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്തത്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ പേരാണ് വെനിസ്വേലയുടേത്. രാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇവയിൽ പല രാജ്യങ്ങളിലും സ്വർണം, എണ്ണ തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളുടെ സാന്നിധ്യം കൂടുതലാണ് എന്നത് തന്നെയാണ് അമേരിക്കൻ താൽപര്യം. 1979-ലാണ് സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് അധിനിവേശം നടത്തുന്നത്. അന്ന് അഫ്ഗാനിലെ ഗോത്രവിഭാഗങ്ങൾ സോവിയറ്റ് യൂണിയനെതിരെ പ്രതിഷേധം തീർത്തപ്പോൾ അവരുടെ കൈകളിലേക്ക് ആയുധങ്ങൾ നൽകിയത് അമേരിക്കയാണ്. ഒസാമ ബിൻ ലാദനെ അടക്കം ലോകം ശ്രദ്ധിക്കുന്നതും ഈ കാലത്താണ്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനു പിന്നാലെ ഇസ്ലാമിക തീവ്രവാദം ഇല്ലാതാക്കാൻ വാർ ഓൺ ടെറർ എന്ന പേരിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ അധിനിവേശം ലോകം ഒരിക്കലും മറക്കുന്നതല്ല. ഇറാഖിലേക്കുള്ള അമേരിക്കയുടെ അധിനിവേശമായിരുന്നു ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. 1970-കളിൽ ചിലിയുടെ പ്രസിഡന്റ് സാൽവഡോർ അലൻഡെയെ അട്ടിമറിക്കാൻ പിനോഷയെ CIA സഹായിച്ചിരുന്നു. ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നാടുവിട്ട ഷാഖ് മുഹമ്മദ് റസ പഹ്ലവിക്ക് സംരക്ഷണം നൽകാനും അദ്ദേഹത്തിന് ചികിത്സ ഉറപ്പാക്കാനും US ശ്രദ്ധിച്ചു. ക്യൂബയിൽ വിപ്ലവമുണ്ടായപ്പോൾ നാടുവിട്ട ബാറ്റിസ്റ്റയെ സംരക്ഷിച്ചതും അമേരിക്ക തന്നെ. ലിബിയയിൽ ഗദാഫിയെ ജനങ്ങൾ തെരുവിലിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനു പിന്നിലും അമേരിക്കയുടെ കൈകളാണ്. നിലവിൽ വലിയ ഉപരോധങ്ങളും ഇസ്രായേലിന്റെ ആക്രമണങ്ങളും നേരിട്ട ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് രൂക്ഷം. ഈ കാരണം കൊണ്ട് തന്നെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭത്തിലാണ്. ഈ അവസരവും മുതലെടുക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത്. പ്രക്ഷോഭത്തിൽ അമേരിക്ക പങ്കാളിയാകുമെന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇത്തരം അധിനിവേശങ്ങളിൽ പരാജയവും അറിഞ്ഞിട്ടുണ്ട് അമേരിക്ക. വെനിസ്വേലയുടേതിന് സമാനമായി ഹെലികോപ്റ്ററിൽ അധിനിവേശം നടത്തി ഭരണാധികാരിയെ പിടിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ച് നാണം കെട്ട ചരിത്രമുണ്ട് അമേരിക്കയ്ക്ക്. സൊമാലിയൻ സൈന്യവുമായി ഏറ്റുമുട്ടി നാണം കെട്ട് പിൻവലിയേണ്ടി വന്ന US സൈന്യത്തിന്റെ ആ കഥ പിന്നീട് സിനിമയാവുകയും ചെയ്തിട്ടുണ്ട്.